അപ്പോൾ ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഗൈസ് നമ്മൾ ഇന്ന് ശ്രീനഗർ വിട്ട് ഗുൽമർഗക്കാണ് ഗൈസ് നമ്മൾ പോണത്. അപ്പോൾ അവിടെ നല്ല രസമാണെന്നാണ് കേട്ടേ. അപ്പോൾ അവിടെ ഇപ്പോൾ ഇന്നലെ ഇപ്പോൾ നമ്മൾ ഫുൾ ഇവിടെ കറങ്ങിയില്ലേ, ഇനി അവിടെ കറങ്ങാമെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ നമ്മൾ പോകാൻ പോണത് ഗുൽമർഗക്കാണ് ഗൈസ്. അപ്പം നമ്മളെ ഗുൽമർഗക്കുള്ള യാത്ര തുടങ്ങി ഗൈസ്. ഞങ്ങളെ റൂമിൽ നിന്ന് ഞങ്ങൾ പോവാണ് ഗൈസ് ഗുൽമർഗക്ക്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ അന്വേഷിച്ചിട്ടാണ് പോകണം, അവിടെ പോകാൻ പറ്റുമോ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ ഞങ്ങൾ അന്വേഷിച്ചു. ഞങ്ങൾ ഹോട്ടലിലത്തെ ആൾക്കാരോട് തന്നെ ചോദിച്ചു ഗൈസ്. ഓര് പറഞ്ഞു കുഴപ്പമില്ല എന്നാണ് ഓൾക്ക് തോന്നുന്നത്, പോയിക്കൊള്ളിയൊന്ന് പോയോക്കിന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വിശന്നപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിക്കാം ഗൈസ്. ഞങ്ങൾ ഗുൽമർഗിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്നാട്ടോ വിചാരിച്ചത്. പക്ഷെ ഇവിടെ ഞങ്ങൾ കേരള ഹോട്ടൽ കണ്ടു, കേരള പൊറാട്ട, ബീഫ് കറി അങ്ങനെയൊക്കെ കണ്ടു ഗൈസ്. ഫുഡ് വന്നപ്പോഴാണ് ഗൈസ് കോമഡി. കാരണം ഒരു തക്കാളിക്കൂട്ടം ഉണ്ടാക്കിയൊക്കെ ബീഫ് ഇട്ട പോലെയാണ് ഗൈസ്. പിന്നെ ഓരോരുത്തർക്കും കഷ്ണമുണ്ട് ഗൈസ്, കുറേ ഒന്നുമില്ല, ഒരാകെ 2 കഷ്ണമുണ്ട് ഗൈസ്. ഞങ്ങൾ ഓരോരുത്തർക്ക് കണക്കായി വെച്ച പോലെ. എന്നിട്ട് ആ ബീഫ് കറിക്ക് ഗൈസ് 500 റുപ്യ. ഇത് കറിയൊക്കെ രസമുണ്ടെങ്കിൽ പ്രശ്നമല്ല, ഇതൊരു ക്വാളിറ്റി ഇല്ല, ഒരു രസമില്ലാത്തൊരു കറിയാണ് ഗൈസ്. അത് പിന്നെ ഞങ്ങൾക്ക് പൈസ കൊടുക്കണേലല്ല ഗൈസ്, നമ്മൾ കഴിക്കണം ഫുഡിന് രസമുണ്ട്, എന്നാലല്ലേ ഇത്രയൊക്കെ പൈസ ആക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഞങ്ങളെന്തായാലും അതൊക്കെ കഴിച്ചു, പൈസ ഒക്കെ കൊടുത്ത് ഞങ്ങൾ പിന്നെയും ഗുൽമർഗക്കുള്ള യാത്ര തുടങ്ങി ഗൈസ്. അപ്പോൾ കുറച്ചങ്ങോട്ടും ഇങ്ങനെ പോയപ്പോഴത്തേക്കിന് അവിടെ മഞ്ഞുമലയൊക്കെ ഇങ്ങനെ കാണാൻ തുടങ്ങി. പിന്നെ നമ്മളെ ഫുൾ അന്തരീക്ഷം തന്നെ മാറി ഗൈസ്. അവിടെയുള്ള സിറ്റിയൊക്കെ മാറി, കാട്, മരങ്ങൾ, അങ്ങനെ നല്ല രസമായി മാറി ഗൈസ്. നമ്മൾ ഇനി ചുരമാണ് ഗൈസ് കയറാൻ പോണേ ഗുൽമർഗ് മേലെയല്ലേ, അപ്പോൾ അതിലേക്കുള്ള ചുരമാണ് ഗൈസ് കയറണത് കേട്ടോ. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതിൻ്റെ മുന്നേ, ഇവിടുന്ന് വെച്ചാൽ ഈ ചുരം കയറുന്നതിൻ്റെ മുന്നേ ഇപ്പം മിലിറ്ററി ഓഫീസേഴ്സ് ഇല്ലേ, ഓരോട് ചോദിച്ചു ഇവിടെ എന്താ പ്രശ്നം, എന്താ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. ഓരോ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, അവിടെ ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ ധൈര്യമായി പോയി വന്നോളി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ പോവാ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അവിടേക്കാണ് ഗൈസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണത്. നല്ല രസമാട്ടോ ഇവിടെ കാണാൻ, നല്ല പച്ചപ്പൊക്കായി നല്ല രസമാട്ടോ. ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങോട്ട് വന്നിരിക്കുന്നുണ്ടോ എൻ്റെ ചെറുപ്പത്തിൽ, ഓർമ്മ എന്ന് വെച്ചാൽ ഇവിടെ വന്നതൊന്നും ഓർമ്മയില്ല, പക്ഷേ ഞങ്ങളങ്ങനെ വന്നിരിക്കണ ഗൈസ് കുറച്ച് കൊല്ലം മുന്നാണ് ഗൈസ്. ഞങ്ങളിങ്ങനെ പോയപ്പോൾ ഗൈസ് ഞങ്ങളെ പോലീസ് പിടിച്ചു ഗൈസ്. നമ്പർ പ്ലേറ്റ് ചെറുതാണെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും പ്രശ്നമായി ഗൈസ്. എന്നിട്ട് പിടിച്ചെടുത്തി. പക്ഷെ ഇപ്പം അങ്ങനെ സംസാരിച്ച് ശരിയാക്കിയൊക്കെ എടുത്ത് നമ്മൾ അതിൻ്റെ മേലേക്ക് പോവാണ്, ഇനിയും മേലേക്ക് കയറി നമ്മൾ ഇനിയും പോവാണ് ഗൈസ്. ഇത് അത്ര വലിയ ചോറൊന്നും അല്ല, പക്ഷെ എന്നാലും ഇത് റോഡ് നല്ലതായതുകൊണ്ട് അത്ര ഡേഞ്ചർ ആയെന്ന് തോന്നുന്നില്ല കേട്ടോ. പക്ഷെ റോഡ് ചീത്തയൊക്കെ ആണെങ്കിൽ നല്ല ഡേഞ്ചറേക്കാരം. അപ്പോൾ നമ്മളിങ്ങനെ വ്യൂ ഒക്കെ കണ്ട് നല്ല സീനറിയൊക്കെ കണ്ട് നമ്മളിങ്ങനെ മേലോട്ട് കയറി പോവാണ് ഗൈസ്. ഞങ്ങൾ മേലേക്ക് ഇങ്ങനെ കയറുന്നതിനനുസരിച്ച് മഞ്ഞുമല നമുക്കിങ്ങനെ കാണാം. നമുക്ക് മണ്ണൊന്നും കിട്ടില്ല കേട്ടോ, മഞ്ഞൊക്കെ കഴിഞ്ഞു, മഞ്ഞുമലകൾ മാത്രം നമുക്ക് ഇങ്ങനെ കാണണം കേട്ടോ. അപ്പോൾ അതിങ്ങനെ കണ്ട് മാത്രം, കാരണം നമുക്ക് ഇഷ്ടം പോലെ മഞ്ഞ് നമുക്ക് നമ്മളെ മണാലി കിട്ടിട്ടോ. ആ വീഡിയോ നിങ്ങൾ കാണണം ഗൈസ്, ഫുൾ മഞ്ഞ് വീഡിയോ ആണ്. അവിടെ എപ്പോഴും മഞ്ഞ് കഴിഞ്ഞിട്ടില്ല, ഇപ്പോൾ കഴിഞ്ഞിരിക്കും, ഞങ്ങൾ ഇവിടെ തന്നെ കഴിഞ്ഞിരിക്കും, പക്ഷെ ഞങ്ങൾ ചെന്ന ടൈമിൽ കഴിഞ്ഞിട്ടില്ലേനു ഗൈസ്. ഞങ്ങൾക്ക് ലൈവ് സ്നോഫാൾ വരെ കിട്ടിയ വീഡിയോ ആണ് ഗൈസ്, നിങ്ങളിപ്പോൾ കാണണം. അപ്പോൾ ഞങ്ങളിത് ഏകദേശം അതിൻ്റെ ടോപ്പിലെത്തി ഗൈസ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഭയങ്കര തിരക്കൊക്കെ കാരണം റോഡ് നിന്ന്, പക്ഷെ അങ്ങനെ തിരക്കൊന്നുമില്ലേനു, കാരണം ഇപ്പോൾ ആരും ഇങ്ങോട്ട് വരുന്നില്ലല്ലോ, ആൾക്കാർ കുറവല്ലേ, അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം തിരക്കേ ഇല്ലേനും. അപ്പം ഇനി ലാസ്റ്റ് ഒരു ചെക്കിങ്ങിലാണ് ഗൈസ്. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മൾ നേരെ കയറുന്നത് അതിൻ്റെ ആ ഒരു സ്ഥലത്ത് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളെ ഡെസ്റ്റിനേഷൻ ഗുൽമർഗിലെത്തി ഗൈസ്. അപ്പം നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി പിന്നെയും നിർത്തിയിട്ടാണ് ഗൈസ്. സംഭവം സീനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ താണ്ടി ഞങ്ങൾ ഫൈനലി ഇവിടെ എത്തി ഗൈസ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ ചുരത്തിൽ കൂടെ വരുമ്പോൾ കുറച്ച് പോലീസ് ഞങ്ങളെ പിടിച്ച് വെച്ചു ഗൈസ്. എന്നിട്ടൊന്ന് നമ്പർ പ്ലേറ്റ് ചെറുതാണ്, എന്നിട്ട് ഇവിടെ പറ്റൂല ഇതൊക്കെ ഇതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നല്ല പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ തീർത്തു. ഈ പീഡിയക്കാരൻ പറഞ്ഞു മാഗി ആയിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തേ. അപ്പം മാഗി ഇഷ്ടമായിട്ടില്ലെങ്കിൽ
ഫ്രീ ആണെന്ന് പറഞ്ഞു ഗൈസ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എല്ലാ ബാഗും ഇഷ്ടമായിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ വേണ്ട ഗൈസ്, പാവാണ്, കച്ചവടം എല്ലാവർക്കും. ये यहाँ तक आप थोड़ा जो मेन पॉइंट है सब आगे आधा इधर है आधा उधर पूरा घुमा के आपको अपनी मर्जी 2-3 घंटा आप आराम से अच्छे तरीके से घूमोगे. टाइम आप करते അപ്പോൾ ഗൈസ് നമ്മൾ റെന്റിന് വണ്ടി എടുത്തുകൊണ്ടാണ് ഗൈസ് ഇവിടെ ഫുൾ കറങ്ങാൻ പോണത്. ഗൈസ് വണ്ടി എടുത്തപ്പോഴാണ് അറിഞ്ഞത് ഗൈസ് അവിടെ നമുക്ക് നമ്മളെ സ്വന്തം പ്രൈവറ്റ് വണ്ടി ആണെങ്കിൽ നമുക്ക് അവിടെ ഫുള്ള് കറങ്ങട്ടെ ഗൈസ്. ഈ സത്യം നമുക്ക് അറിയില്ലേനു. അവിടുന്ന് കുറച്ച് പോയപ്പോഴാണ് ഗൈസ് ഈ ഡ്രൈവർ പറഞ്ഞത് പ്രൈവറ്റ് വണ്ടി ആയാലും അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുമല്ലോ എന്നയാൾ പറഞ്ഞത്. ഗൈസ് ചതിച്ചു ഗൈസ്. അങ്ങനെയാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് തന്നെ ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു റൗണ്ട് ഇങ്ങനെ പോകും. അവിടെ കുറേ മ്യൂസിയം ഉണ്ടാവും, പാർക്ക് ഉണ്ടാവും, അവിടെ നിർത്തും, അതൊക്കെ തന്നെ ഉള്ളു ഗൈസ്. അപ്പോൾ നിങ്ങളിനി ഇങ്ങനത്തെ ഒരു തെറ്റ് ചെയ്യരുത് ഗൈസ്. നിങ്ങൾക്ക് സ്വന്തം വണ്ടിയാണെങ്കിൽ നിങ്ങൾ തന്നെ പോയിക്കൊണ്ടി, ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീപ്പൊന്നും എടുത്ത് പോകണ്ട ഗൈസ്. അപ്പോൾ ഞങ്ങൾ ആദ്യം ചെന്ന് നിർത്തിയത് മ്യൂസിയത്തിലാണ്. ഒരു ആർമികളെന്തോ മ്യൂസിയം കേട്ടോ. ഒരു കശ്മീരിന് വേണ്ടി പൊരുതിയതും അങ്ങനെ കുറച്ചില്ലതാട്ടോ ഗൈസ്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഉള്ളത് ഒരു കാശ്മീരിലുള്ള ആർമികളെ ഒരു മ്യൂസിയത്തിലാണ് ഗൈസ്. 20 റുപ്പീസ് എത്രയാണ് ചാർജ് ഗൈസ്. നമുക്ക് അതിൻ്റെ ഉള്ളൊക്കെ പോയൊക്കെ എങ്ങനെ ഉണ്ടെന്ന് കാണാൻ. ₹20 അപ്പോൾ ടോട്ടൽ ₹100 ഗൈസ്. ആദ്യമായിട്ടൊരു മലയാളീനെ എപ്പോഴാണ് ഒന്ന് കാണുന്നത്. ഇപ്പൊ വല്ല തീരെ വിശ്വാസമല്ല അതേക്കുന്നു. ഇത് അതിന്റെ മേലിന്ന് ചാടിയതാ അല്ല, അതിന്റെ മേലിന്ന് കുത്തി ചാടിച്ചിട്ട് അത് മേടിച്ചിട്ടുണ്ട്. അതറിയ ഇവിടെ തണുപ്പില്ലാത്തോണ്ടേ മുടി കൊണാക്കല്ലേ. अच्छा है, लोग भी अच्छे हैं. इधर का तरह लोग कचरा लोग नहीं है, ये नहीं आता. अच्छा साहब मुँह पे गाली देता है. नहीं आता है ना. आपका कौन सा भाषा? मराठी. അല്ലേ ഇപ്രാവശ്യം കഥ തോന്നി. പിന്നെ ഐസ് ഉണ്ടാവുമ്പോ ഐസ് ഉണ്ടായിക്കാണ്ട് അതാണ് ഗൈസ് ഞങ്ങൾ കേറാൻ പോണത്. ഞങ്ങള് ടിക്കറ്റ് എടുത്തു തരാം. ബൈ.
സമാധാനം ഉണ്ടാവില്ലെങ്കിൽ പള്ളം തുള്ളി ഇങ്ങനെ അറിയും. ഇങ്ങനെ ഒരു ഇടങ്ങാറാണ്. ഞങ്ങളെക്കാട് പേടി ആ ചങ്ങായിമാക്കാ. ദുരിപ്പുറത്ത് പോവാഞ്ഞിട്ട് പോയിട്ട് അതാണ് ഇപ്പൊ തന്നെ ദമ്മില്ല സൈസ്. കാശ്മീരിലെ ദാൽ ലേക്കിലുള്ള ഒരു ഹോട്ടലിലാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഓല ഫുഡ് ട്രൈ ചെയ്യാനാണ് ഗൈസ് നമ്മളിപ്പോൾ ഇവിടെയൊക്കെ വന്നിരുന്നത്. ഇതിപ്പോൾ ഒരു വൈകുന്നേരം 4-5 മണി ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇത് കഴിച്ചിട്ടില്ല ഗൈസ്. എന്താ ലഞ്ച് കഴിച്ചിട്ടില്ല ഗൈസ്. അപ്പോൾ ഞങ്ങൾ അത് കഴിക്കാൻ വന്നതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഒരു താളിയാണ് ഓർഡർ ചെയ്തത്, പിന്നെ ഒരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. അപ്പം ഹാഫായിട്ട് ഓർഡർ ചെയ്തത്, കാരണം നമുക്ക് ഇഷ്ടമാവുമെന്ന് അറിയില്ലല്ലോ, പിന്നെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ വിചാരിച്ചിട്ട് നമ്മളങ്ങനെയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇതാണ് പോലെ താലിത്തെ ഐറ്റംസ് ഗൈസ്. റൈസ്, മേത്തി, കബാബ്, തബാക്ക്, മാസ്, ചിക്കൻ, ജിസ്ത, ഹാൻഡ് റൈറ്റിംഗ് ഒത്തും മനസ്സിലാവുന്നില്ല, അതൊക്കെ കുത്തി വരച്ചായിരിക്കണം ഗൈസ്, ഒന്നും മനസ്സിലാവുന്നില്ല ഗൈസ്. പക്ഷെ സാരില്ല, നമുക്ക് വരുമ്പോൾ നോക്കാം. എന്തായാലും പേര് വായിച്ചാലും നമുക്കത് അറിയൂലല്ലോ, അപ്പോൾ വന്നാലല്ലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്കിനി വെയിറ്റ് ആയാ ഗൈസ്. वेरी गुड कबाब तबक माल ये चिकन है ये शिश कबाब है ना? हाँ? वो चिकन है? एक पीस चिकन है इसमें हाँ नहीं ये क्या है? कबाब वो कबाब है, शिश कबाब है, एक पीस चिकन है इसमें ये भी मटन का है चटनी അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ ഇന്നത്തെ കാശ്മീർ വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഇനിയും ഇതിൽ കുറേ വീഡിയോസ് വരും ഗൈസ്, ഞങ്ങൾ ഇനി പല സ്ഥലത്തേക്കും പോണത്. അപ്പോൾ നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്ത് കാണണം. ബൈ.